പെന്ന് സെലക്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ പെൻ ഉപയോഗിച്ച് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായി വിജയിക്കും. അത് തന്നെയായിരിക്കും നിങ്ങളുടെ പരീക്ഷയുടെ അല്ലെങ്കിൽ വിജയത്തിന്റെ മാന്ത്രിക പേന. ഹായ് മക്കളെ, എല്ലാവർക്കും ഏകണിന്റെ ഈ ഒരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. തമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ പെൻ ഉപയോഗിച്ച് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായി വിജയിക്കും. ഏതാണ് ആ പെൻ എന്നല്ലേ? അതറിയുന്നതിന് മുമ്പേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് നേരെ വീഡിയോസിലേക്ക് പോവാം. ഏതാണ് ആ പെൻ? നമുക്കറിയാം, നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ 100% കുട്ടികളും ശ്രദ്ധിക്കാത്ത ഒരു സാധനമാണ് പെന്നിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ പരീക്ഷ എഴുതുന്നത് ഒരു ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ, നിങ്ങൾ ഏത് സ്കൂളാണോ ഏത് നാടാണെന്നോ എന്ന് ഒന്നും അവർക്കറിയില്ല. നിങ്ങളുടെ എഴുത്ത് മാത്രമാണ് തെളിവ്. അതുകൊണ്ട് തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന പെന്നിനും അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടായിരിക്കേണ്ടതാണ്. ആദ്യമായിട്ട് മക്കൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് പെണ്ണ് വാങ്ങുന്ന സമയത്ത് അപ്പൊ നമ്മൾ ഒരു ഗ്രൂപ്പ് പെണ്ണ് ഒന്നായിട്ട് വാങ്ങും. ചില ആളുകളൊക്കെ പരീക്ഷയ്ക്ക് പോകുന്നുണ്ട്, ഇപ്പൊ SSLC പോകുന്നതിന് മുമ്പ് എന്താണ് 5 പെന്നും 10 പെന്നൊക്കെ ഒരുമിച്ച് വാങ്ങും അല്ലെ? ആ പെണ്ണ് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പ്രാവശ്യം അതിന്റെ എല്ലാത്തിന്റെയും അടപ്പ് ഊരിയതിന് ശേഷം ഒന്ന് എഴുതി നോക്കണം. ഒന്ന് സ്മൂത്ത്നെസ് വരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ, പരീക്ഷാ ഹാളിലേക്ക് കൊണ്ടുപോകാവുള്ളൂ. അല്ലാതെ പുതിയ പെന്നിന്റെ ഉദ്ഘാടനം നിങ്ങൾ എന്ത് ചെയ്യരുത്, പരീക്ഷാ ഹാളിൽ വെച്ച് നടത്തരുത് എന്നുള്ളതാണ് മക്കളോട് ഓർമ്മിപ്പിക്കാനുള്ളത്. എല്ലാ പെന്നുകളും ഒരു പ്രാവശ്യം എഴുതി ഒന്ന് സ്മൂത്ത്നെസ് ഉറപ്പുവരുത്തുക. ഇതാണ് ആദ്യമായിട്ട് മക്കളോട് പറയാനുള്ളത്. രണ്ടാമതായിട്ട്, ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ജെല്ലും അതേപോലെ തന്നെ ഫൗണ്ടൈൻ പെന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, പരീക്ഷ ഹാളിൽ കൊണ്ടുവരുത്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ ചിലപ്പോൾ നമ്മളോട് തട്ടിപ്പോകാം അല്ലെ, പേപ്പറിൽ മൊത്തം മഷിയാവാം. അതേപോലെ തന്നെ ജെല്ലിനൊരു പ്രശ്നമുള്ളത്, നമ്മൾ എഴുതുന്ന സമയത്ത് അത് മഷി തൊട്ടപ്പുറത്തെ പേജിലേക്കൊക്കെ എന്ത് ചെയ്യാം, സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പരമാവധി എന്ത് ചെയ്യുക, ഫൗണ്ടൻ പെന്നുകളും അതേപോലെ തന്നെ ജെല്ല് പെന്നുകളും നിങ്ങൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക എന്നുള്ളതാണ്. ക്ലിയർ? അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പെന്നിന്റെ മഷി തീരാനായോ, ഇനി തീരാൻ എത്ര എഴുതണം എന്നുള്ള കണ്ടീഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റണം. ഇപ്പൊ നമ്മൾ ചില പെന്നുകളൊക്കെ വാങ്ങുന്ന സമയത്ത് എന്താണ്, നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. കാരണം അതിന്റെ റീഫില്ലർ നമുക്ക് ഊരിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് മഷി എവിടെ എത്തി എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന പെന്നുകൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്കറിയാം നിബ് സൈസുകൾ, ഓരോന്നിനും ഓരോ നിബ് സൈസുകളുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഏറ്റവും നല്ല നിബ് സൈസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു പെന്ന് സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും 0.5 mm to 1 mm എന്നൊക്കെ കാണാം. ഒരു mm കാണാം അതിന്റെ അടപ്പിന്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാം അല്ലെ? അപ്പൊ അതില് 0.8 mm ബിലോ എന്ന് പറഞ്ഞാൽ ഏകദേശം നല്ല സ്മൂത്ത്നെസ് ഉള്ള നിബ് സൈസ് വളരെ കുറവുള്ള പെന്നുകൾ ഏറ്റവും ഉചിതമാണ്. നമുക്ക് സ്പീഡിൽ എഴുതാൻ പറ്റും. അതേപോലെ തന്നെ ഒരു മീഡിയം ലെവല്, അതായത് ഓവർ വലിപ്പമില്ലാത്ത നിബുകൾ ഉണ്ടാവും. നിങ്ങൾ പരമാവധി ഒഴിവാക്കേണ്ട നിബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം തടിച്ച നിബുകളുള്ള പെന്നുകൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഒഴിവാക്കേണ്ടതാണ്. ഈ ഒരു 2 മിഡിൽ റേഞ്ചിലുള്ള പെന്നുകൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക അല്ലെ? നമുക്ക് നമ്മുടെ എഴുത്തിന്റെ മാർക്ക് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പരീക്ഷയുടെ വിജയം എന്ന് പറയുന്നത് പെന്നിനെ ഒരുപാട് ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മക്കൾ എന്ത് ചെയ്യണം, പെന്ന് സെലക്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഏതൊരു പെൻ എടുക്കുമ്പോൾ അതിന്റെ ഒരു വെയിറ്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓവർ വെയിറ്റ് ഉള്ള പെന്നുകളൊന്നും എടുക്കാതിരിക്കുക. അതേപോലെ തന്നെ ഇങ്ക് ക്വാളിറ്റി, മഷിയുടെ നിലവാരം നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നിബിന്റെ സൈസ് മാക്സിമം കുറവുള്ളത് എടുക്കാൻ ശ്രമിക്കുക. അതായിരിക്കും കൂടുതൽ എഴുതാൻ സുഖകരമായിട്ടുള്ളത്. നിബ് സൈസ് കൂടുതലുള്ളത് നമുക്ക് അത്ര സുഖകരമായിട്ടില്ല എഴുതാൻ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും നിങ്ങളുടെ പരീക്ഷയുടെ അല്ലെങ്കിൽ വിജയത്തിന്റെ മാന്ത്രിക പേന എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കാൻ ഏകൻ നിങ്ങളെ കൂടെ തന്നെയുണ്ട്, കട്ട സപ്പോർട്ടുമായിട്ട് കൂടെ തന്നെയുണ്ട്. മക്കളെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അടുത്ത ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ.